നല്ല കഴിവുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ചും ദേവ കോളേജിലൊക്കെ പഠിച്ച് 2 വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് 1,00,000 രൂപ ഒരു മാസം സമ്പാദിക്കുക എന്നുള്ളത് അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. പ്ലസ് 1 പ്ലസ് 2 കഷ്ടിച്ച് ജയിച്ച ആളാണ്. പക്ഷെ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത വഴി ഇംഗ്ലീഷ് പഠനമായിരുന്നു. പ്ലസ് 1 വെറും 24 മാർക്ക് മാത്രം സ്കോർ ചെയ്ത ഞാൻ ഡിഗ്രി സപ്ലി ഇല്ലാതെ ജയിച്ചു. 2 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PG കംപ്ലീറ്റ് ചെയ്തു. B.Ed ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യമായി ചെയ്ത ജോലി 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റ ഞാൻ ആദ്യമായി പഠിപ്പിക്കാൻ എത്തുന്നത് 10ാം ക്ലാസ് വരെ. കാരണം ഞാനൊരു ലെവലിലേക്ക് എത്തിയിരുന്നു. കാരണം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളത്. പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു, സമയം പാഴാക്കാതെയുള്ള അധ്വാനങ്ങളായിരുന്നു, വായനകളായിരുന്നു, എഴുത്തുകളായിരുന്നു, ടോക്കുകളായിരുന്നു, അതിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. പിന്നീട് ഞാനിത് പറയാൻ കാരണം, പലരും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദഅവയിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. സക്സസ്ഫുൾ ആവുക എന്നുള്ളതിന് എളുപ്പവഴികളില്ല. അതിന് കഠിനമായ പരിശ്രമം തന്നെ വേണം. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തുക, എന്നിട്ട് അതിൽ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കാം, അതിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കാം. അപ്പൊ അവസരങ്ങൾ ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ കഴിവുകളെ വേൾഡ് ലെവലിലോട്ട് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നതിൽ 10ഓളം രാഷ്ട്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 20ഓളം സ്റ്റാഫുകൾക്ക് ഞാൻ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. UK-യിലെയും USA-യിലെയും UAE-യിലെയും മറ്റു ഓൾമോസ്റ്റ് GCC കൺട്രീസിലെയും സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. എൻ്റെ കഴിവിനെ ഞാൻ കണ്ടെത്തി അതിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിച്ചത് മതവിദ്യാഭ്യാസവും ഇംഗ്ലീഷുമാണ്. ഞാൻ പഠിച്ച മതവിദ്യാഭ്യാസം ഇംഗ്ലീഷിലൂടെ ലോകത്തുള്ള കുട്ടികൾക്ക് ഞാൻ പകർന്നുകൊണ്ടിരിക്കുന്നു. എന്നതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് അതിൽ എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കുക. ഒരുപാട് പരിശ്രമങ്ങൾ ഇങ്ങനെ തുരുതുരാ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാതും വിജയിച്ചോളണമെന്നില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അവസാനം വെളിച്ചം കാണും. വെളിച്ചം കണ്ടു കഴിഞ്ഞാലും അതിൽ നിന്ന് പിന്നെ ഉയരാൻ ശ്രമിക്കുന്ന സമയത്ത് പതനങ്ങൾ ഉണ്ടാവാം. തളരരുത്, വീണ്ടും എഴുന്നേൽക്കണം, വീണ്ടും പോകണം. ഫെയിൽ അഗൈൻ, ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ. ഒരുപാട് പരിശ്രമങ്ങൾക്കിടയിൽ അവസാനം വിജയം കണ്ടെത്താൻ നമുക്ക് കഴിയും. ഓർക്കണം, വളരെ കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് ഉസ്താദുമാരെന്ന് പറയുന്നവർ. പക്ഷെ ഇനിയുള്ള കാലം അങ്ങനെയാവരുത്. നമ്മൾ ദഅവ കോളേജിലൊക്കെ പഠിച്ചിട്ട് 2 വിദ്യാഭ്യാസവും നേടിയിട്ട് നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പോരായ്മ തന്നെയാണ്. സോ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്ര മാത്രമാണ്. നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക, അതിൽ എക്സ്പേർട്ട് ആവുക, അത് വേൾഡ് ലെവലിലോട്ട് വ്യാപിപ്പിക്കുക, അന്തസ്സോടെ ജീവിക്കുക. ശുക്രൻ.